അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ എനക്കും സുഖം തന്നെ. ഇന്ന് നല്ല ആവിയിലത്തെ അട്ടിപ്പത്തലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്ന്. ഫസ്റ്റ് തന്നെ ഇതാ ചിക്കൻ ഞാൻ പൊരിച്ചെടുക്കട്ട്. നല്ല പൊള്ളുന്ന ചായയും കട്ടൻ ചായയും അട്ടിപ്പത്തലും. നമുക്ക് എണ്ണയിൽ വേണ്ട, ആവിയിൽ വേവിച്ചിട്ടെടുക്കാം. ഇത് കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് എന്നോട് കമൻറ്റിൽ പറയണം കേട്ടോ. പൊരിയിട്ട് അങ്ങനെ ചിക്കൻ പൊരിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് ഉള്ളി വാട്ടിയെടുക്കാം. ഉള്ളി വാട്ടാം. ചെറുതായി ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും ചതക്കിയത്, മല്ലിച്ചപ്പ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാനിതാ ഉള്ളി ഒരു 4 ചെറിയ ഉള്ളി മീഡിയം സൈസ് ഉള്ളി മുറിച്ച് വെച്ചതാണ്. ഇത് നല്ലോണം വാട്ടിട്ട് അങ്ങനെ നന്നായി ഉള്ളി വാടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കിയത് ഇടുന്നുണ്ട്. നന്നായി ഒന്നിത് ഇളക്കാം. നന്നായി ഒന്നിത് ഇളക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് വാടട്ട് വെളുത്തുള്ളി ഇഞ്ചിയും അതിൻ്റെ ചൊയ പോട്ട്. ആവശ്യത്തിന് ഉപ്പിടണം. ആ ഉപ്പ് കുറച്ച് ഇട്ടിട്ടുണ്ട്. നല്ലോണം ഒന്ന് വാടട്ട്. ഉള്ളി നന്നായി വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി നന്നായി ഒന്നത് ഇളക്കാം. നല്ല ഇതിൽ വാടിയിട്ടുണ്ട്. അതിലേക്ക് ഇതാ അങ്ങനെ ചിക്കൻ പൊരിച്ചത് നന്നായി തൊല്ലി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കാം. ഇതിലേക്ക് തന്നെ മല്ലിച്ചപ്പ്, കറിവേപ്പ് ഇതും കൂടി നന്നായി ഒന്ന് ഇത് ഇളക്കുന്നുണ്ട്. അങ്ങനെ ഇത് റെഡിയായി. റേഷൻ്റെ അരിയും എടുക്കുക, പത്തിലിടുന്ന അരിയും എടുക്കുക, ചെറിയ അരിയും എടുക്കുക. അതുകൊണ്ട് ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ തനിമ അരിയാണ് എടുത്തത്. 1 ഗ്ലാസ് തനിമ അരി കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാനിതാ ജ്യൂസ് മിക്സിയിലേക്ക് ഇടുന്നു. കഴുകിയിട്ട് ജ്യൂസ് മിക്സിയിലേക്ക് ഇട്ട് ഇതിലേക്ക് 2 മുട്ട ഞാൻ ഉടച്ചു കൂട്ടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇടാം. നന്നായി അടച്ച് വെച്ച് പിന്നെ നമുക്കിത് മഷി പോലെ അരച്ചെടുക്കാം. അങ്ങനെ നന്നായി ഇത് അരച്ചിട്ടെടുത്ത് ഇതാ മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുറച്ചും കൂടി ഈ ജ്യൂസ് മിക്സിയിൽ ഇതും കൂടി ഇങ്ങനെ ആക്കിയിട്ട് ലാച്ചിട്ട് ഒഴിക്കാം. നന്നായി ഒന്ന് ഇത് ഈ രീതിയിൽ വേണം കലക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഇങ്ങനെ വേണം കലക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഒഴിക്കുന്നത് കാണാം. അങ്ങനെ നമുക്ക് ആവിയിൽ പോരാൻ വേണ്ടിയിട്ട് ഞാനിത് അപ്പച്ചമ്പ് തീ വെക്കാൻ വേണ്ടി ഗ്യാസ് എടുത്ത് കത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റീൽ അപ്പച്ചമ്പ് എടുത്ത് വെള്ളവും വെച്ചിട്ടുണ്ട്. ഇതിൽ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു റിങ് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇതാണ് പ്ലേറ്റ്.
ഇതിൽ കുറച്ച് എണ്ണ തടിയിട്ട് ഞാൻ ഇങ്ങനെ വെക്കുന്നുണ്ട്. നല്ലോണം ചൂടാവട്ട് ഇത് നമുക്ക് പോരാം. അങ്ങനെ വട്ട നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് 3-4 അട്ടിയിലാണ് ഒഴിക്കേണ്ടത്. ഇത് കുറച്ചാവണം. ഇതായതിൻ്റെ ശേഷം നമുക്ക് മസാല ഇട്ട് കൊടുക്കണം. കുറച്ചാവണം. ഇതിൻ്റെ മേലേക്ക് ഞാൻ ഇതാ മസാല ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ഇതായതിന് ശേഷം ഇതിൻ്റെ മേലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി രണ്ടാമത്തേതാണ് ഞാൻ ഒഴിക്കുന്നത്. ഇതാ മസാല ഇട്ടിട്ടാണ് നല്ല രസം ഉണ്ടാവും. നമുക്കിത് അടച്ചു വെക്കാം. ഇനി മൂന്നാമത് ഞാൻ ഒഴിക്കുന്നുണ്ട്. നമുക്ക് അടച്ചു വെക്കാം. കുറച്ചാകട്ടെ. അങ്ങനെ നമുക്ക് നാലാമത്തവും കൂടി ഇത് ഞാൻ പോരുന്ന്. അങ്ങനെ നന്നായി ഇത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ വരെ ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. വേവട്ട് ഇത് നന്നായി വെന്തോന്ന് നമുക്ക് കുത്തി നോക്കാം. വെന്തിട്ടുണ്ട്. ഇതാ ഒന്നുമില്ല, വെന്തിട്ടുണ്ട്. ഇനി ഇത് തണിയുമ്പോൾ മുറിക്കുമ്പോൾ നമുക്ക് കാണാം. ചായ ഇപ്പറയാൻ വെച്ചിട്ടുണ്ട്. അപ്പം മുറിക്കുമ്പോൾ കാണാം. അത് തണിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മുറിച്ച് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. എടുത്ത് വെച്ചതിന് ശേഷം മുറിച്ച് വെച്ചതിന് ശേഷം കാട്ടിക്കാം. ഞാൻ അട്ടിപ്പത്തിലിട റെഡിയായി. ഞാനിത് തിന്ന് നോക്കാം. എങ്ങനെയുണ്ട് അറിയണ്ടേ. സൂപ്പർ സൂപ്പർ മക്കളാ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കണം. എന്നിട്ട് കമൻറ്റിൽ പറയണം. എൻ്റെ വീഡിയോ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ഇടണം. കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.